കൂട്ടുകാരെ വെൽക്കം ടു ചാനൽ. ഞാൻ കാർത്തിക്. ഞാനുള്ളത് തൃശ്ശൂർ പൂരത്തിന്റെ എക്സിബിഷനിലാണ്. ഇത് നിങ്ങൾക്ക് മുന്നിൽ കാണുന്നത് സൂപ്പർ റിയാലിറ്റി ഡോമിലാണ് ഞാനിപ്പോ ഉള്ളത്. അപ്പൊ ഇതില് നല്ലൊരു 16D ആണ് ഇത്. അപ്പൊ നിങ്ങൾ ഇതിനൊക്കെ ഒന്ന് കയറി വെക്കാം, നിങ്ങൾക്ക് അഭിപ്രായം പറയാം. അത് നല്ലൊരു കാഴ്ചയാണ് ഇതിലുള്ളത്. കയറാം. നമസ്കാരം, ദിനേശാണ്. ഞാൻ തൃശ്ശൂർ പൂരത്തിന്റെ എക്സിബിഷൻ കാണാൻ പോയതാണ് കേട്ടോ. അപ്പൊ അവിടെ ISROന്റെ സ്റ്റാളിന്റെ തൊട്ടടുത്ത് മൂൺ വാക്ക് എന്ന് എഴുതിയിട്ടുള്ളൊരു ബോർഡ് കണ്ടോ. ഒരു അഡ്വർടൈസ്മെന്റ് സൗണ്ട് ഒക്കെ കൊടുത്തിട്ട് അവര് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോ കേരളത്തിലെ ആദ്യത്തെ സൂപ്പർ റിയാലിറ്റി ഡോം ലാസ് വേഗാസ് എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ 360 ഡിഗ്രി ഇമേഴ്സീവ് എക്സ്പീരിയൻസ്. നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ 360 ഡിഗ്രിയിൽ നമുക്ക് അതിന്റെ കാഴ്ചകൾ കാണാം. നമുക്ക് അവിടെ കയറി നിൽക്കാം, ഇരിക്കാം. ഫുൾ AC ആണ്. 100 രൂപയെ ടിക്കറ്റിനുള്ളൂ. ഇപ്പൊ നമ്മളിത് പറയാൻ കാരണം, ഞാൻ എൻ്റെ മകനായിട്ട് പോയപ്പോൾ മകനെ ആ വീഡിയോയിൽ കാണാം. നമ്മൾ കയറി നിന്ന് കഴിഞ്ഞാൽ അതിന്റെ വീഡിയോ സ്റ്റാർട്ടിങ് കുറച്ച് ഓണാക്കി ലേശം എത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു അറബിക് കഥകളിലെ പരവതാനീന്റെ മേലെ നമ്മൾ കയറിയിട്ട് ആ പരവതാനി നമ്മളെയും കൊണ്ട് സഞ്ചരിച്ച് മായാ കാഴ്ചകൾ കാണിച്ചു തരുന്ന ഒരു അനുഭൂതിയാണ് നമുക്കുണ്ടാവുക. അലാവുദ്ദീനും അത്ഭുത വിളക്കും എന്ന കഥകളിലൊക്കെ നിങ്ങൾക്ക് ഈ പറക്കും പരവതാനിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ആ പരവതാനിയുടെ മേലെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് അറബിക് കഥകളിലെ ആ മായാ കാഴ്ചകൾ, വലിയ വലിയ കൊട്ടാരങ്ങൾ, പിന്നെ ആകാശത്തുകൂടെ പോകുമ്പോൾ മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന മലകൾ, അതിന്റെ ഇടയിൽ പോകുമ്പോൾ വിവിധ കാഴ്ചകൾ, വിവിധ മൃഗങ്ങൾ, പിന്നെ കാർട്ടൂൺ കഥാപാത്രങ്ങളെല്ലാം നമ്മളോടൊപ്പം വന്ന് നമ്മളുടെ ഒപ്പം അവർ കളിക്കുന്ന ഒരു അനുഭൂതിയാണ് ഉണ്ടാവുക. ഇതിൽ കാണുന്നത് അത് ഞാൻ പറഞ്ഞു, തൃശ്ശൂർ പൂരത്തിന്റെ എക്സിബിഷനിൽ ഏകദേശം 500-ലധികം സ്റ്റാളുകളുണ്ട്. ആ സ്റ്റാളില് ഏറ്റവും മികച്ച സ്റ്റാളിൽ ഒന്ന് ഇതും, രണ്ടാമത്തത് ISROന്റെ സ്റ്റാളും, മൂന്നാമത്തത് നമ്മളെ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിന്റെ സ്റ്റാളും, അങ്ങനെ കുറെ സ്റ്റാളുകളുണ്ട്, മികച്ച സ്റ്റാളുകളുണ്ട്. അതിൽപ്പെട്ട കുട്ടികളെയും കൊണ്ടുപോയാൽ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമ്മളൊരു മായാ ലോകത്തേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു സംവിധാനമാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും ഇതിന്റെ സംഘാടകർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ കൊടുക്കുക. ഞാൻ അതിൽ കയറുമ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു. സാധാരണ ഒരു 3D ഷോ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മകൻ ചോദിക്കുകയാണ്, ഇതിപ്പോ കേറിയിട്ട് എന്തായിന്ന്. കാരണം നമ്മൾ ആ പരവതാനീന്റെ മേലെ കേറിയിട്ട് അങ്ങനെ സഞ്ചരിക്കുകയാണ്. പല തരത്തില് ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുള്ള കൊട്ടാരങ്ങള്, പിന്നെ ശരിക്കൊരു ഭൂത കൊട്ടാരം കാഴ്ചകള്. പക്ഷെ ഒരാൾ എന്നോട് ചോദിച്ചു, ഞാൻ അതിൽ കയറിയെന്ന് പറഞ്ഞു, കുട്ടികളെ പേടിയാവുന്നില്ല. പക്ഷെ എന്താ വെച്ചാല് നമുക്ക് ആ മൃഗങ്ങളും അതുപോലെ ഈ മീനും ഒക്കെ നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ പിന്നിലേക്കൊന്ന് തള്ളിപ്പോവും. അപ്പൊ കുറച്ചും കൂടി നല്ലത് ഇരിക്കുകയാണ്. സീറ്റൊന്നും ഇല്ല കേട്ടോ, ചെറിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുത്താണ്. ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമുക്ക് ഇതെല്ലാം നമുക്ക് കാണാം. അപ്പൊ അവന് അതില് കാണിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ കാണുന്നില്ലേ, ഇടയ്ക്ക് ആള് വീഴും നിൽക്കുന്ന സമയത്ത്, കാരണം അത് പെട്ടെന്ന് മുന്നിലേക്ക് വരുമ്പോ. അപ്പൊ ശരിക്ക് കുട്ടികൾക്ക് ആസ്വദിച്ചു കൊണ്ടുപോകാവുന്ന ഒരു സംവിധാനമാണ്. പറ്റുന്ന ആളുകൾ തൃശ്ശൂർ ഏകദേശം ഈ പകുതിയുടെ അടുത്ത് വരെ ഉണ്ട് തോന്നുന്നു. കുട്ടികളെയും കൊണ്ട് പോകുന്ന ആളുകൾക്കൊന്ന് കയറാവുന്ന ഒരു ഇതാണ്. പിന്നെ സാധാരണയുള്ള സ്റ്റാളുകളാണ് കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചത്, ഇവര് ആദ്യമായിട്ടാണ് കേരളത്തിൽ വെക്കുന്നത്. അപ്പൊ ഇനി അടുത്തത് എവിടെയാന്ന് വെച്ചാൽ, അടുത്തത് ബാംഗ്ലൂര് എന്തൊരു പ്രോഗ്രാം ഉണ്ട്, അതിലേക്കാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങളും പറ്റുന്ന ആളുകൾ പോയി കണ്ടോളൂ. ഓക്കെ, താങ്ക് യു.